നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. കാലതാമസം വരുത്തിയ പൂർണ്ണതയേക്കാൾ മികച്ചതാണ് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാവുന്നിടത്ത് ആണ് സൗഹൃദം ഉത്കൃഷ്ടമാകുന്നത്. നിങ്ങളുടെ കൂടെ തുടരാൻ ഒരിക്കലും നിങ്ങളുടെ നല്ല വശങ്ങൾ ആരെയും കാണിക്കരുത്. നിങ്ങളുടെ മോശം വശം കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിൽക്കട്ടെ. ആളുകൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയാൽ വിഷമിക്കേണ്ട. അതിനർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. സൗഹൃദം ചിലപ്പോൾ ഒരു അത്ഭുതമാണ്. എന്നും കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞ് കൂടെ കൂടിയവർ ജീവിതത്തിന്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ നമ്മെ വിട്ടകന്നു പോകും. ചിലപ്പോൾ എങ്ങു നിന്നാണോ അറിയാതെ പെട്ടെന്നൊരുനാൾ കയറിവന്ന ചിലർ അവസാനം വരേക്കും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. നിശബ്ദത വലിയ ശക്തിയുടെ ഉറവിടമാണ്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. പഠിക്കുക 100 വാക്കിൽ ഉത്തരം എഴുതാനല്ല, മറിച്ച് ഒരു ചോദ്യം എങ്കിലും തിരിച്ചു ചോദിക്കാൻ. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. പക്വത എന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള കഴിവാണ്. എപ്പോഴും തിരക്കുള്ളവർ സന്തോഷവാന്മാരായിരിക്കും. കാരണം അവർക്ക് മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കാൻ സമയം ഇല്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ വിഷയദാരിദ്ര്യം വന്നില്ലെങ്കിൽ, അതായത് ഇടമുറിയാതെ സംസാരിക്കുകയാണെങ്കിൽ, അവർക്കിടയിൽ ഇഷ്ടം ഉടലെടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തൊട്ടാൽ വാടുമെന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്നറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. പ്രശ്നങ്ങളിൽ പതറാതെ അതിന്റെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ മുൻകരുതലും മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിപ്പിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. പനിനീർ പൂക്കളെ ആഗ്രഹിക്കുന്നവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളെ മറക്കരുത്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടിവരും. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ്. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും പ്രശംസ ലഭിക്കാനും വേണ്ടി അധികം ഒന്നും ചെയ്യില്ല. ഒരു പൂവിന്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്തപ്പോൾ അത് ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിന്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. വിജയത്തിന് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാട് മനസ്സിലാക്കാനും ആ വ്യക്തിയുടെയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്നും ഒരുപോലെ കാര്യങ്ങളെ നോക്കിക്കാണാനുമുള്ള കഴിവിലാണ്. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എങ്കിൽ നമുക്കും ഒരു ദിവസം ഉണ്ടാകും. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. ദാരിദ്ര്യം ധീരത കൊണ്ടും, പഴയ വസ്ത്രം വൃത്തി കൊണ്ടും, രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും, സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാക്കുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും.
ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവൻ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധാലുവാണെങ്കിൽ അവ യാഥാർത്ഥ്യമാകും. തടസ്സങ്ങൾക്ക് മുന്നിൽ തളരരുത്. ഏറ്റവും ലളിതമായ മതത്തിൻ്റെ രീതി എന്നാൽ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല, സങ്കീർണമായ തത്വചിന്തയുടെ ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ബുദ്ധിയും നമ്മുടെ ഹൃദയവും ആണ് നമ്മുടെ ക്ഷേത്രം. ദയയാണ് തത്വശാസ്ത്രം. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. 100 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്തായിരുന്നു എന്നത്, നിങ്ങൾ താമസിച്ചിരുന്ന വീടോ നിങ്ങളോട് ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാനാവില്ല. പക്ഷേ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാവും. തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. എല്ലായ്പ്പോഴും എല്ലാ തെറ്റുകളും നിങ്ങളുടേത് മാത്രമാണെന്ന് തോന്നിപ്പിക്കുകയും തങ്ങൾ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും എപ്പോഴും അകലം പാലിക്കുക. നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന അതേ പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് അവ പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വെക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നേക്കുമായി തീരുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദരോഗസാധ്യതയെ കുറയ്ക്കുന്നു. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിടത്തും നിന്ന് കാര്യങ്ങൾ എങ്ങനെ മാറി, നിങ്ങൾ എവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാകുന്നുവോ അത്രയും വേഗത്തിൽ അവൻ ചിന്തിക്കുന്നു. പക്ഷേ അവൻ എഴുതുന്നത് മന്ദഗതിയിലായിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയമാകുമ്പോൾ അത് സംഭവിക്കും. ഒരു സ്ത്രീ നിങ്ങളുമായി എപ്പോഴും വഴക്കിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്.
മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ അസന്തുഷ്ടനാക്കാനോ കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താൽപര്യം നന്നേ കുറവാണ്.